RCCB എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ RCCB ട്രിപ്പ് ആകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ മുഴുവനായും കണ്ടാൽ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും വാച്ച് ചെയ്യുക. പലരും നമ്മളോട് ഇതിൻ്റെ സിംഗിൾ ഫേസ് RCCBയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തുടർന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു akrtechnical മലയാളം യൂട്യൂബ് ചാനൽ. akrtechnical മലയാളം യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്പരമായ വീഡിയോകളാണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇലക്ട്രിക്കലിനെ പറ്റി അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. നമുക്ക് നേരെ ഇതിൻ്റെ കണക്ഷനിലേക്ക് പോകാം. ഞാനിന്ന് ഈ ബൾബും ഈ ഇൻഡിക്കേഷനും കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് കാണിക്കുന്നത്. ഇതൊരു സിംഗിൾ ഫേസ് RCCB ആണ്. ഈ RCCB എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് 40 ആംപിയറിൻ്റെ കപ്പാസിറ്റി ഉള്ള ഒരു RCCB ആണ്. കൂടാതെ ഇത് 100 മില്ലി ആംപിയർ ആണ് ഇതിൻ്റെ ട്രിപ്പിംഗ് കറണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 0.1 ആംപിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് 100 മില്ലി ആംപിയർ ആണ് ഇതിൻ്റെ ട്രിപ്പിംഗ് കറണ്ട്. ഇത് സാധാരണയായി വീടുകളിൽ ഉപയോഗിക്കാറില്ല. ഇത് കൂടുതലും മോട്ടോറുകളൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെയുള്ള ഇൻഡക്ഷൻ ലോഡുകൾ കൂടുതൽ ഉള്ളിടത്താണ് ഇതുപോലെയുള്ള RCCB ഉപയോഗിക്കുന്നത്. നമുക്ക് വീടുകളിൽ ഇത് 0.03 ആയിരിക്കും, അതായത് 30 മില്ലി ആംപിയർ ആയിരിക്കും ഇതിൻ്റെ ട്രിപ്പിംഗ് കറണ്ട്. നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ട് ഇത് ഫേസ് ന്യൂട്രൽ എന്നിവ കൊടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. കണക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പിലാണ് ഫേസ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം 1 ഇവിടെ ന്യൂട്രൽ എഴുതിയിട്ടുണ്ട്, 2 എന്ന് എഴുതിയിരിക്കുന്നത് ഔട്ട്പുട്ടാണ്. അതായത് ഇതിൻ്റെ മുകളിലാണ് ഫേസ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ചില RCCBകളിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ 1, ഇവിടെ 2 ന്യൂട്രൽ ഔട്ട്. അതായത് ഈ ബോട്ടത്തിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇൻപുട്ട് ഇതിൻ്റെ ടോപ്പിലുമാണ് വരുന്നത്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ V max എന്ന് എഴുതിയിട്ടുണ്ട്, 254 വോൾട്ട്. വോൾട്ടേജ് മാക്സിമം 254 വോൾട്ട് ആണ്. ഇത് മെയ്ഡ് ഇൻ ഫ്രാൻസ്. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാം എർത്ത് ഫോൾട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ ഇത് ഇൻഡിക്കേറ്ററാണ്. എർത്ത് ഫോൾട്ട് ഉണ്ടായാൽ ഇവിടെ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഓണായി കിടക്കുമ്പോൾ ഇവിടെ റെഡ് ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്, അല്ലാത്തപ്പോൾ ഗ്രീൻ ഇൻഡിക്കേഷനാണ് ഇവിടെ വരുന്നത്. നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ബൾബ് ഉപയോഗിച്ചാണ് RCCB നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എർത്ത് ഫോൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡിക്കേഷൻ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഇൻഡിക്കേഷൻ വെച്ചും ഇത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. നമുക്ക് ആദ്യം ഇതിലേക്ക് ഇത് മൗണ്ട് ചെയ്യാം. ഇതുപോലെ റെയിൽ മൗണ്ടഡ് ആണ് ഇത്. ഡിൻ മൗണ്ട് ഇതുപോലെ നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഫേസ് നമ്മൾ ഈ 1ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ന്യൂട്രൽ ഇവിടെ മുകളിലായി കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ന്യൂട്രലും കണക്ട് ചെയ്തിട്ടുണ്ട്. ന്യൂട്രലും ഫേസും നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞു. ഈ ബൾബാണ് കണക്ട് ചെയ്യുന്നത്. ബൾബ് ഞാൻ ഫേസ് ആദ്യം കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബൾബിൻ്റെ ഫേസ് വയർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ന്യൂട്രൽ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഓണാക്കുകയാണ്. ഈ ടെസ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രിപ്പ് ആവുന്നതാണ്. നമുക്ക് ലോഡൊന്നും ഔട്ട്പുട്ട് കണക്ട് ചെയ്യണമൊന്നുമില്ല. ഇപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല. ഇത് ബൾബിൻ്റെ ഔട്ട്പുട്ട് ഈ ഫേസ് വയർ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ അതും കൂടി അഴിച്ച് കാണിക്കാം. ഇപ്പോൾ ഔട്ട്പുട്ടിൽ ഞാൻ ഒരു കണക്ഷൻ കൊടുത്തിട്ടില്ല. RCCB നമുക്ക് ഓണാക്കാം. ഇപ്പോൾ ഇൻപുട്ട് സപ്ലൈ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇൻപുട്ട് സപ്ലൈ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓണാണ്. ഇനി നമുക്ക് ഇതിൽ ഔട്ട്പുട്ട് സപ്ലൈ ഇല്ലാതെ തന്നെ ഇതിൽ നമുക്ക് ഈ RCCB വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ T എന്നെഴുതിയിരിക്കുന്ന ഈ പുഷ് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രിപ്പാകുന്നതാണ്. ഇങ്ങനെയാണ് ഇത് നോർമൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു യെല്ലോ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഗ്രീനാണ് ഇൻഡിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഓണാണ്. ഇവിടെ റെഡ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് ആണ്. നമ്മൾ ടെസ്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ഇവിടെ ഇൻഡിക്കേഷൻ ചേഞ്ച് ആകുന്നതായി കാണാം. നിങ്ങൾക്ക് കാണാം ഇവിടെ യെല്ലോ കളറായിട്ടുണ്ട്, ഇവിടെ ഗ്രീൻ കളറും ആയിട്ടുണ്ട്. അതായത് ഓഫ് ടൈമിൽ ഈ RCCB ഓഫ് ടൈമിൽ ഇവിടെ ഗ്രീൻ ഇൻഡിക്കേഷനും ഇവിടെ യെല്ലോ ഇൻഡിക്കേഷനുമാണ് വരുന്നത്. ഈ ലോഡ് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് 60 വാട്ടിൻ്റെ ഒരു ബൾബ് ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ന്യൂട്രൽ ഞാൻ ഇവിടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്, കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ ഔട്ട്പുട്ട് സപ്ലൈ വന്നിട്ടുണ്ട്. അതായത് ഫേസ് കയറി ഫിലമെൻറ്റ് വഴി നമുക്ക് ഫേസ് റിട്ടേൺ വന്നിട്ടുണ്ട്. സേഫ്റ്റി ഇല്ലാതെ ഇതുപോലെ ടച്ച് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ നല്ല സേഫ്റ്റിയിലാണ് നിൽക്കുന്നത്. നല്ല ഒരു
റബ്ബർ മാറ്റിൻ്റെ മുകളിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതിൽ ടച്ച് ചെയ്താലും എനിക്കിപ്പോൾ കറണ്ട് അടിക്കുകയില്ല. നമുക്ക് ഇവിടെ കാണാം, ഞാനിവിടെ ടച്ച് ചെയ്യുന്നതായി. എന്നാൽ ഇത് ട്രിപ്പാകുന്നതല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രൗണ്ട് ആകാത്തത് കൊണ്ടാണ് ഇത് ട്രിപ്പാകാത്തത്. നമ്മൾ ഒരു മാറ്റിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സപ്ലൈ റിട്ടേൺ വന്നിട്ടുണ്ട്. ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്താൽ ഇത് ബൾബ് വർക്ക് ചെയ്യുന്നതായി കാണാം. അതേസമയം ഈ ലോഡ് നമ്മൾ ഡയറക്റ്റ് ന്യൂട്രലിലേക്ക് കൊടുത്താൽ ഇത് അപ്പോൾ തന്നെ ട്രിപ്പാകുന്നതായി കാണാം. ഈ RCCB വഴി പോകുന്ന കറണ്ട് തിരിച്ച് ഈ RCCB വഴി തന്നെ ന്യൂട്രൽ കൂടെ റിട്ടേൺ കിട്ടണം. ഇവിടെ കിട്ടിയാൽ മാത്രമേ ഈ ബൾബ് വർക്ക് ചെയ്യുകയുള്ളൂ, അതായത് ട്രിപ്പാകാതെ ഇത് നിൽക്കുകയുള്ളൂ. അതേസമയം ഈ ന്യൂട്രൽ നമ്മൾ മെയിനിലേക്ക് നേരിട്ട് കൊടുത്താൽ ഇത് ട്രിപ്പാകുന്നതായി കാണാം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പോകുന്ന ഫേസ് കറണ്ട് തിരിച്ച് ഈ ന്യൂട്രൽ വഴി ഈ RCCB വഴി അല്ലാതെ തിരിച്ച് ഡയറക്റ്റ് വന്നാൽ അപ്പോൾ തന്നെ ഇത് ട്രിപ്പാകും. അതായത് 60 വാട്ടിൻ്റെ ബൾബ് RCCBക്ക് ഉള്ളിൽ കൂടി അല്ലാതെ നേരിട്ട് ന്യൂട്രലിലേക്ക് വന്നാൽ അപ്പോൾ തന്നെ ഇത് ട്രിപ്പാകും. അതായത് ഇതിൻ്റെ ഫേസും ന്യൂട്രലും ഇത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഫേസും ന്യൂട്രലും ലോഡ് അൺബാലൻസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ട്രിപ്പാക്കി കൊടുക്കുന്നതാണ്. അതായത് ഇതുപോലെ ഈ വയർ വഴി നേരെ തിരിച്ച് ഈ RCCBക്ക് ഉള്ളിൽ കൂടി തന്നെയാണ് ഇവിടെ ന്യൂട്രലിലേക്ക് തിരിച്ചു പോകുന്നത്. അതേസമയം ഇത് നേരിട്ട് പോയാൽ അപ്പോൾ തന്നെ ഇത് ട്രിപ്പാക്കി കൊടുക്കും. ഇനി നമുക്ക് ഇത് എർത്തിലേക്ക് പോയാൽ എങ്ങനെയാകും നോക്കാം. ന്യൂട്രൽ വഴി അല്ലാതെ ഇത് എർത്തിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും നോക്കാം. ഇപ്പോൾ ഞാനിത് തമ്മിൽ ടച്ച് ചെയ്യുകയാണ്, നമുക്ക് കാണാം അപ്പോൾ തന്നെ ഇത് ട്രിപ്പാകുന്നതായി. ഈ കയ്യിലിരിക്കുന്നത് എർത്ത് വയറാണ്, യെല്ലോ ഗ്രീൻ വയറാണ് ഈ ഇരിക്കുന്നത്. ഇത് നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. ഇത് എർത്ത് വയറിലേക്ക് ഞാൻ ടച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ RCCB ഓണാണ്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം. ഇവിടെ അപ്പോൾ തന്നെ ഇത് ട്രിപ്പായതായി കാണാം. ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പോണ ഏത് വയർ, ന്യൂട്രൽ ആണെങ്കിലും ഫേസ് ആണെങ്കിലും ഏതാണെങ്കിലും എർത്തായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ട്രിപ്പായി പോകും. ഇപ്പോൾ നമ്മൾ ഫേസാണ് ചെക്ക് ചെയ്തത്, അതായത് ഇതിൽ നിന്ന് പോകുന്ന വയർ നമുക്ക് തിരിച്ച് ഈ വയറിൽ ഫേസാണ് കിട്ടിയിരുന്നത്. ഫേസാണ് ഇപ്പോൾ എർത്തായത്. നമുക്ക് ന്യൂട്രൽ എർത്തായാലും എന്ത് സംഭവിക്കും നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതിവിടെ ഓണാക്കാം. ഇപ്പോൾ ഇവിടെ സപ്ലൈ ഉണ്ട്, നമുക്കിവിടെ കാണാം സപ്ലൈ ഉണ്ട്. നമുക്ക് ഈ ന്യൂട്രലിലേക്ക് എർത്ത് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ കണ്ടു കാണും ഇപ്പോൾ ഇത് ട്രിപ്പായതായി. അതായത് എർത്ത് വഴി ന്യൂട്രലോ ഫേസോ ഏതാണെങ്കിലും എർത്ത് വയറിലേക്ക് ടച്ച് ആയാൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ആയി പോയാൽ അപ്പോൾ തന്നെ ഇത് ഈ RCCB പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ സപ്ലൈ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഫേസ് ന്യൂട്രൽ ഗ്രൗണ്ട് ആയാലും അതുപോലെ തന്നെ ഇതിൽ നിന്ന് പോകുന്ന സപ്ലൈ തിരിച്ച് ന്യൂട്രൽ ഇതിൽ തന്നെ കിട്ടിയില്ലെങ്കിലും ഇത് ട്രിപ്പാകുന്നതാണ്. അതായത് അൺബാലൻസ് ലോഡിലും ഇത് ട്രിപ്പാകുന്നതാണ്. അതുപോലെ തന്നെ ഓവർ കറണ്ട് പ്രൊട്ടക്ഷനും ഇതിൽ കൊടുക്കുന്നതാണ്. 40 ആംപിയറിന് മുകളിൽ നമുക്ക് ലോഡുണ്ടെങ്കിലും ഇത് ട്രിപ്പാക്കി കൊടുക്കുന്നതാണ്. ഇതാണ് ഒരു RCCBയുടെ പ്രൊട്ടക്ഷൻ. നമ്മുടെ ഉപകരണങ്ങൾക്കും ലൈഫിനും ഏറ്റവും പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഡിവൈസാണ് RCCB. തീർച്ചയായും നമ്മുടെ വീടുകളിൽ ഇതുപോലെ RCCB വെച്ചിരിക്കണം. നമുക്ക് ഈ ഒരു ഇൻഡിക്കേഷൻ വർക്ക് ചെയ്താൽ ഇത് ട്രിപ്പാകുമല്ലോ നോക്കാം. 3 ഫേസ് RCCBയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അത് വാച്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ മുകളിൽ കാണുന്ന ഐ ബട്ടണിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. നമ്മുടെ മറ്റ് വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യുക. ഈ ബൾബ് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് എന്നിട്ട് ഈ ഇൻഡിക്കേഷൻ കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫേസ് ഞാൻ ഈ ഇൻഡിക്കേഷൻ്റെ ഒരു പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അടുത്ത പോയിന്റിൽ നമ്മൾ ഒരു വയർ കണക്ട് ചെയ്ത് ന്യൂട്രലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 240 വോൾട്ടിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. ഇത് നമ്മളിവിടെ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേഷൻ നമ്മൾ ഇവിടെ കണക്ട് ചെയ്താലും ഇത് വർക്ക് ചെയ്യും. ഈ ഇൻഡിക്കേഷൻ 20 മില്ലി ആംപിയർ മാത്രമേ കറണ്ട് എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് ട്രിപ്പാകാത്തത്. അതേസമയം നമ്മൾ 60 വാട്ടിൻ്റെ ഒരു ബൾബ് കണക്ട് ചെയ്തപ്പോൾ അപ്പോൾ തന്നെ ഇത് ട്രിപ്പായി. എന്താണെന്ന് വെച്ചാൽ അത് 100 മില്ലി ആംപിയറിന് മുകളിൽ കറണ്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇത് ട്രിപ്പായത്. നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ കൊടുത്താലും ഇത് ട്രിപ്പാകത്തില്ല. മുമ്പ് നമ്മൾ ബൾബ് കണക്ട് ചെയ്തപ്പോൾ ഈ ഇൻപുട്ടിൽ കണക്ട് ചെയ്തപ്പോൾ അൺബാലൻസ് ലോഡായി ട്രിപ്പായതായി നിങ്ങൾ കണ്ടിരിക്കും. 5 ഇൻഡിക്കേഷൻ നമ്മളിതുപോലെ കണക്ട് ചെയ്താൽ മാത്രമേ ഇത് ട്രിപ്പാവുകയുള്ളൂ. ഒരു ഇൻഡിക്കേഷൻ 20 മില്ലി ആംപിയർ വെച്ചിട്ട് 5 ഇൻഡിക്കേഷൻ 100 മില്ലി ആംപിയർ. അപ്പോൾ കറണ്ട് അൺബാലൻസ് ആവും. അതായത് ന്യൂട്രൽ ഡയറക്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ട്രിപ്പാക്കി കൊടുക്കുന്നതാണ്. ഇതാണ് RCCBയുടെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എത്രയും പെട്ടെന്ന് ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക.
മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ ഓൾ.